സഹോദരി സഹോദരന്മാരെ, KR ഗൗരിയമ്മയുടെ പേരിലുള്ള പുരസ്കാരം നിറഞ്ഞ സന്തോഷത്തോടെ ശ്രീമതി അരുണ റോയിക്ക് സമർപ്പിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. സാമൂഹ്യ പ്രവർത്തക, വിവരാവകാശ നിയമം പ്രാവർത്തികമാക്കാനുള്ള ഇടപെടലുകൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വം, നാഷണൽ ഫെഡറേഷൻ ഓൺ ഇന്ത്യൻ വിമൺ എന്ന സംഘടനയുടെ പ്രസിഡന്റ് തുടങ്ങി ഒട്ടേറെ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ് ശ്രീമതി അരുണ റോയ്. ആ കൈകളിലേക്ക് ഗൗരിയമ്മ പുരസ്കാരം എത്തിച്ചേരുന്നതിലുള്ള സന്തോഷം പങ്കുവെക്കട്ടെ. സഖാവ് ഗൗരിയമ്മയുടെ സ്മരണ തുടിച്ചു നിൽക്കുന്ന ചടങ്ങാണിത്. ആമുഖമായി തന്നെ സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ അംഗമായിരുന്നല്ലോ സഖാവ് ഗൗരിയമ്മ. പാവപ്പെട്ടവരായവരുടെ ജീവിതവും ജീവനോപാധികളും മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒട്ടേറെ ഇടപെടലുകൾക്കും നിയമനിർമ്മാണങ്ങൾക്കും തുടക്കം കുറിച്ച മന്ത്രിസഭയായിരുന്നു അത്. ഈ അടുത്ത ദിവസമാണ്, കഴിഞ്ഞ 1-ാം തീയതി, അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കപ്പെട്ടത്. അതിലൂടെ ഗൗരിയമ്മയടക്കമുള്ളവർ വിഭാവനം ചെയ്ത ദാരിദ്ര്യവും ദുരിതങ്ങളുമില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം ഒരു ചുവടുകൂടി അടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗൗരിയമ്മയെ ഓർക്കാനും ആ സ്മരണ പുതുക്കാനുമുള്ള ഏറ്റവും ഉചിതമായ സമയമാണിത്. ശ്രീമതി അരുണ റോയിയുടെ കൈകളിലേക്കാണ് ഇത്തവണ ഗൗരിയമ്മയുടെ പേരിലുള്ള പുരസ്കാരം എത്തിച്ചേർന്നിട്ടുള്ളത്. ഇരുവരുടെയും ജീവിതങ്ങൾ തമ്മിൽ ചില സമാനതകളുണ്ട്. സുഖമായി കഴിയാൻ വേണ്ട ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഇരുവർക്കും ഉണ്ടായിരുന്നു. പഠിപ്പും യോഗ്യതയും പ്രൊഫഷനും ഉണ്ടായിരുന്നു. എന്നാൽ അവയിൽ ഒതുങ്ങിക്കൂടാൻ അനുവദിക്കുന്നതായിരുന്നില്ല ഇരുവരുടെയും മനസ്സ്. അടിച്ചമർത്തപ്പെടുന്ന, ചൂഷണം ചെയ്യപ്പെടുന്ന, ദുഃഖിക്കുന്ന ജനലക്ഷങ്ങളോടുള്ള അവരുടെ സ്നേഹം, അതാണ് ഇരുവരെയും നയിച്ചത്. പ്രക്ഷുബ്ധ നിറഞ്ഞ വഴികളാണ് ഇരുവരും തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ ഗൗരിയമ്മയുടെ പേരിലുള്ള പുരസ്കാരം ശ്രീമതി അരുണ റോയിയുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതിൽ തികഞ്ഞ ഔചിത്യ ഭംഗിയുണ്ട്. ആധുനിക കേരളത്തിൻ്റെ ചരിത്രവുമായി വേർപെടുത്താനാവാത്ത വിധം ചേർന്ന് നിന്ന ജീവിതമായിരുന്നു ഗൗരിയമ്മയുടേത്. ഇങ്ങനെ നാടിൻ്റെയും ജനങ്ങളുടെയും ചരിത്രമാക്കി സ്വന്തം ജീവിതത്തെ മാറ്റിയ അധികം പേർ ലോക ചരിത്രത്തിൽ പോലും ഉണ്ടാവില്ല. അസാമാന്യ ധീരതയും ത്യാഗസന്നദ്ധതയും പ്രതിബദ്ധതയും സേവനോന്മുഖതയും ചേർന്ന ജീവിതമായിരുന്നു അത്. വിദ്യാർത്ഥി ജീവിതഘട്ടത്തിൽ തന്നെ
കർമ്മരംഗത്തേക്കും സമരരംഗത്തേക്കും അവരിറങ്ങി. 100 വയസ്സായ അന്ത്യഘട്ടത്തിൽ പോലും ഗൗരിയമ്മ ജനങ്ങൾക്കിടയിൽ തന്നെ നിന്നു. ചെറിയ പ്രായത്തിൽ തന്നെ തന്നെ മറന്ന് സാമൂഹ്യ സേവനത്തിൻ്റെ പാതയിലേക്ക് ഇറങ്ങിയതാണ്. മറ്റുള്ളവരെക്കുറിച്ച് ബാല്യത്തിലെ പുലർത്തിയ ആ കരുതലാണ് അവരെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്കും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കുമൊക്കെ എത്തിച്ചത്. ധീരതയുടെ പ്രതീകമായാണ് ഗൗരിയമ്മയെ കേരളം എന്നും കണ്ടിട്ടുള്ളത്. സർ CP-യുടെ കാലത്തെ പോലീസിൻ്റെ ഭേദ്യം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള അവർക്ക് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള ഘട്ടത്തിലും പോലീസിൽ നിന്ന് ഒട്ടേറെ യാതനാനുഭവങ്ങളുണ്ടായി. ചെറുത്തുനിൽപ്പിൻ്റെ കരുത്തുറ്റ ധീരബിംബമായി ഗൗരിയമ്മ അങ്ങനെ മാറി. കേരളത്തിൻ്റെ സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ചരിത്രത്തിൽ നിർണായക സ്വാധീനം ഗൗരിയമ്മ ചെലുത്തിയിട്ടുണ്ട്. അത്യപൂർവം സ്ത്രീകൾ മാത്രം ഉന്നത വിദ്യാഭ്യാസത്തിനെത്തിയിരുന്നൊരു കാലത്ത് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഗൗരിയമ്മയ്ക്ക് വേണമെങ്കിൽ ഔദ്യോഗിക തലത്തിൽ തിളക്കമാർന്ന തലങ്ങളിലേക്ക് വളർന്ന് സ്വന്തം ജീവിതം സുരക്ഷിതവും കൂടുതൽ സമ്പന്നവുമാക്കാമായിരുന്നു. എന്നാൽ ആ വഴിയല്ല തൻ്റെ വഴി എന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ ജനങ്ങളിലേക്ക് ഇറങ്ങി. ഒളിവിലും തെളിവിലുമൊക്കെയായി അവർ ത്യാഗപൂർണമായി ജീവിച്ചു. ഒരർത്ഥത്തിൽ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയ അരുണ റോയിക്ക് ഊർജമായതും ഗൗരിയമ്മയെപ്പോലുള്ളവരുടെ ചരിത്രം കൂടിയാവാം. 1-ാം കേരള മന്ത്രിസഭയിൽ തന്നെ സഖാവ് ഗൗരിയമ്മ അംഗമായി. കേരള കാർഷിക ബന്ധ ബില്ലടക്കമുള്ള സാമൂഹ്യ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് വിതച്ച ബില്ലുകളുടെ നിയമമാക്കലിൽ ശ്രദ്ധേയമായ പങ്കാണ് അവർ വഹിച്ചത്. 2-ാം EMS മന്ത്രിസഭയിലും നയനാർ മന്ത്രിസഭയിലും അവർ ശ്രദ്ധേയമായ സാന്നിധ്യമായിരുന്നു. നയനാർ മന്ത്രിസഭയിൽ അംഗമായിരുന്ന വ്യവസായ വികസനത്തിന് പുതിയ പരിപ്രേക്ഷ്യം അവതരിപ്പിക്കുന്നതിന് അവർക്ക് സാധിച്ചു. അങ്ങനെ പല വിധത്തിൽ ചരിത്രത്തിൻ്റെ ഭാഗമായ വ്യക്തിത്വമായി ഗൗരിയമ്മ ജനമനസ്സുകളിൽ അടയാളപ്പെടുത്തപ്പെട്ടു. നിർഭാഗ്യവശാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കരുത്തിയായ ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് പുറത്താവുന്ന അവസ്ഥയുണ്ടായി. ആ രാഷ്ട്രീയ മാറ്റം ഗൗരിയമ്മയെ സ്നേഹിച്ചവരെ വരെ വേദനിപ്പിച്ചിട്ടുണ്ടാവണം. ഏതായാലും ഗൗരിയമ്മ വീണ്ടും പാർട്ടിയോട് സഹകരിക്കുന്ന നിലയിലേക്കെത്തി. അതാകട്ടെ പാർട്ടിയെ, പ്രത്യേകിച്ചും ഇടതുപക്ഷത്തെ പൊതുവിലും സ്നേഹിക്കുന്ന പുരോഗമന സാമൂഹ്യ ശക്തികൾക്കാകെ വലിയ സന്തോഷമാണ് പകർന്നു നൽകിയത്. അനീതികളോടുള്ള വിട്ടുവീഴ്ചയില്ലായ്മ പലപ്പോഴും അവരെ കാർക്കശ്യക്കാരിയായി കാണുന്നതിന് പലരെയും പ്രേരിപ്പിച്ചു. എന്നാൽ നാടിൻ്റെയും ജനതയുടെയും ക്ഷേമമായിരുന്നു ഗൗരിയമ്മയുടെ മനസ്സിലെന്നും. അതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിനെതിരെയായിരുന്നു അവരുടെ കാർക്കശ്യം. പി കൃഷ്ണപിള്ള, AKG, EMS തുടങ്ങിയ 1-ാം തലമുറ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഗൗരിയമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ വലിയ സംഭാവനയാണ് അവർക്കൊപ്പം നിന്ന് ഗൗരിയമ്മ നൽകിയത്. സ്ത്രീക്ക് സ്വന്തം മുഖവും വ്യക്തിത്വവുമുണ്ട് എന്ന് കേരള സമൂഹത്തിൽ പൊരുതി സ്ഥാപിച്ച വ്യക്തിയാണവർ. അതിന് അവർക്ക് ശക്തി പകർന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമാണ്. പി കൃഷ്ണപിള്ളക്കടക്കം ഒളിവ് ജീവിതത്തിൽ അഭയസ്ഥാനമായ വീടാണ് ഗൗരിയമ്മയുടേത്. ദിവാൻ ഭരണത്തിനെതിരെ പൊരുതിയ ഗൗരിയമ്മയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സർ CP മജിസ്ട്രേറ്റ് സ്ഥാനം വാഗ്ദാനം ചെയ്തതും ഗൗരിയമ്മ
അത് നിരാകരിച്ചതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അന്ന് എത്ര പണവും അധികാരവും പ്രതാപവും നൽകുന്ന സ്ഥാനമാണ് ഗൗരിയമ്മ തിരസ്കരിച്ചത് എന്നോർക്കണം. മജിസ്ട്രേറ്റ് പദവി സ്വീകരിച്ച് സർ സി പിയുടെ ന്യായാധിപയാവുന്നവരായിരുന്നില്ല സർ സി പിക്കെതിരെ പൊരുതി അദ്ദേഹത്തിൻ്റെ തടവറയിലെ തടവ് പുള്ളിയാവുന്നതിലായിരുന്നു ഗൗരിയമ്മയ്ക്ക് താല്പര്യം. അതായിരുന്നു സ്വാതന്ത്ര്യബോധത്തോടുള്ള അവരുടെ കൂറും പ്രതിബദ്ധതയും. ആ സഖാവ് ഗൗരിയമ്മയുടെ പേരിലുള്ള പുരസ്കാരമാണ് ഇന്ന് ശ്രീമതി അരുണ റോയിക്ക് സമർപ്പിച്ചത്. ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ് ശ്രീമതി അരുണ റോയ്. 28-ാം വയസ്സിൽ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് സ്ത്രീകളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ അവർ മുഴുകാൻ തുടങ്ങി. വിവരാവകാശ നിയമം കൊണ്ടുവരുന്നതിൽ അരുണ റോയ് അടക്കമുള്ളവർ നടത്തിയ ഇടപെടലുകൾ ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ജീവൻ തുടിക്കുന്ന ഏടുകളാണ്. വേണമെങ്കിൽ IAS കാരിയായി തുടർന്ന് ഇന്ത്യയിലെ തന്നെ ഉയർന്ന ശ്രേണിയിലുള്ള ഉദ്യോഗസ്ഥയാകാമായിരുന്നു അരുണ റോയിക്ക്. എന്നാൽ അവർ തിരഞ്ഞെടുത്തത് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ പാതയായിരുന്നു. ഗാന്ധിയൻ ആശയങ്ങൾ ശ്രീമതി അരുണ റോയിയുടെ സാമൂഹിക ജീവിതം വാർത്തെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് നേരത്തെ ഇവിടെ വിശേഷിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയായിരുന്നു, ഞാൻ മാർക്സിസ്റ്റ് കൂടിയാണ്. ഗാന്ധിയൻ വിശ്വാസവും മാർക്സിസവും ഒന്നിച്ചു കൊണ്ടുപോകുന്നു എന്നാണ് അവരുടെ പ്രത്യേകത എന്ന് അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുകയുണ്ടായി. അതുകൊണ്ടാണല്ലോ രാജസ്ഥാനിലെ തിലോണിയ ഗ്രാമത്തിലെ ജീവിതമാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠപുസ്തകമെന്ന് അവർ പറഞ്ഞത്. ആശയങ്ങളും അനുഭവങ്ങളും ഒന്നു ചേർന്നാണ് അരുണ റോയിയുടെ കാഴ്ചപ്പാടുകൾക്ക് രൂപം നൽകിയത്. സ്ത്രീകൾക്കിടയിൽ സാമൂഹിക ബോധവൽക്കരണം നടത്തുന്ന കാര്യത്തിലും ദളിതരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്ന കാര്യത്തിലും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും അവകാശങ്ങൾ ഉറപ്പാക്കുന്ന കാര്യത്തിലും അവർ നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. അതിനെല്ലാം വേണ്ടി നിരവധി സംഘടനകൾക്ക് രൂപം നൽകുകയും അവയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട് അരുണ റോയ്. തൊഴിലാളികൾക്ക് ന്യായമായ വേതനവും അവകാശങ്ങളും ലഭ്യമാക്കണമെന്ന് എക്കാലവും അവർ വാദിച്ചു. ആനുകൂല്യങ്ങളെക്കുറിച്ചും സേവന വേതന വ്യവസ്ഥകളെക്കുറിച്ചും അറിയാനുള്ള അവകാശം ഓരോ തൊഴിലാളിക്കും ഉണ്ടെന്ന് അവർ വിശ്വസിച്ചു. അതിനായി പോരാടി. ആ പോരാട്ടമാണ് വിവരാവകാശ നിയമത്തിൻ്റെ പിറവിക്ക് ഒരു കാരണമായത്. 2004 അധികാരത്തിൽ വന്ന UPA സർക്കാരാണല്ലോ ആ നിയമം കൊണ്ടുവന്നത്. ആ സർക്കാരിന് പിന്തുണ നൽകിയത് ഇടതുപക്ഷമായിരുന്നു. വിവരാവകാശ നിയമം കൊണ്ടുവരുന്നതിൽ ഇടതുപക്ഷം വഹിച്ച പങ്കും വളരെ വലുതാണെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. ഭരണത്തിലെ സുതാര്യത എന്തായിരുന്നു വിവരാവകാശ നിയമം കൊണ്ടുവരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന കാര്യം. എന്നാൽ ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തമസ്കരിക്കപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ രാജ്യത്തുള്ളത്. നിരവധി നിയമ ഭേദഗതികളടക്കം കൊണ്ടുവന്ന് വിവരാവകാശ നിയമത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും നാം കാണുകയാണ്. അവയ്ക്കെല്ലാം എതിരെ പോരാട്ട രംഗത്ത് എക്കാലത്തും ശ്രീമതി അരുണ റോയ് ഉണ്ടായിരുന്നു. നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ നിരയിലേക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ അനശ്വര നക്ഷത്രമായ സഖാവ് KR ഗൗരിയമ്മയുടെ പേരിലുള്ള പുരസ്കാരവും കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. The KR Gauriamma Foundation gives special importance to honoring women who play a pivotal role in bringing about progressive transformations both in society and large in the everyday lives of women. In that sense, Aruna Roy represents the very spirit of this award. Like Gauriamma, Aruna Roy too believes that empowering people, especially women, is not an add-on to democracy, but it is the very foundation. This conviction has guided her throughout her life and work. The Right to Information Act
which emerged from the efforts of Aruna Roy and countless grassroots workers, has become a towering symbol of democracy in action. It restored to citizens the power to question, to know, and to hold authority accountable. Her social interventions call upon each of us to renew our commitment to transparency, participation, and equality, not merely in words but in action. Here in Kerala, we too strive to nurture this living democracy. We continue to strengthen transparency and accessibility by expanding the Right to Service Act, digitizing governance, publishing public progress reports, and organizing adalats that take the government directly to the people. We no longer wait for citizens to come to the system. Instead, we take the system to the citizens. As a representative of a people-centric government, I take great pride and joy in honoring Aruna Roy, whose unwavering commitment to truth and equality continues to inspire us all. It is with great pride and joy that I present the K.R. Gauriamma Award to Aruna Roy. K.R. Gauriamma പുരസ്കാരം അരുണ റോയ്ക്ക് സമർപ്പിച്ചതായി ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം.